നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പുതിയ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. പവൻ 640 രൂപയാണ് ഇന്ന് കൂടിയത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 64,480 രൂപയായി. ഗ്രാമിന് 80 രൂപ ഉയർന്ന് 8,060 രൂപയുമായിട്ടുണ്ട്. ഫെബ്രുവരി മാസം പകുതിയാകുന്നതിന് മുൻപ് തന്നെ 2,520 രൂപയാണ് പവന് വർദ്ധിച്ചത്. കഴിഞ്ഞ മാസം 22-നാണ് പവൻ വില ചരിത്രത്തിൽ ആദ്യമായി 60,000 കടന്നത്. ദിവസങ്ങൾ കൊണ്ട് തന്നെ 64,000 കടന്നു മുന്നേറുന്ന വില അടുത്ത സൈക്കോളജിക്കൽ മാർക്കായ 65,000-ൽ അതിവേഗം എത്തുമെന്നാണ് വിപണിയുടെ വിലയിരുത്തൽ. എന്നാൽ നമ്മൾ സ്വർണം വാങ്ങാനായി ചെല്ലുമ്പോൾ ഈ വിലയ്ക്കും ആഭരണങ്ങൾ കിട്ടില്ല. ഇതിനോടൊപ്പം പണിക്കൂലിയും മറ്റ് ടാക്സുകളും ഉൾപ്പെടെ സ്വർണം വാങ്ങാനെത്തുന്ന ആളുകൾക്ക് ഭീമമായ തുകകൾ തന്നെ നൽകേണ്ടി വരും. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് കനത്ത തിരിച്ചടിയാണ് പൊന്നിന്റെ വിലയിലെ ഈ കുതിപ്പ്. പ്രത്യേകിച്ചും വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം എടുക്കുന്നവർക്കാണ് വിലവർധന കനത്ത തിരിച്ചടി നൽകുന്നത്. ചരിത്രത്തിൽ ഇന്നുവരെ സങ്കല്പിക്കാത്ത ഉയരങ്ങളിലൂടെയാണ് സ്വർണ്ണവിലയുടെ ഇപ്പോഴത്തെ പോക്ക്. ഇതോടെ ഉപഭോക്താക്കളും അതുപോലെ തന്നെ വിൽപ്പനക്കാരും സ്വർണ്ണവിലയിലെ കുതിപ്പ് കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. രൂപയുടെ മൂല്യം ഇടിയുന്നതും വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണത്തിന്റെ വില കൂടാൻ കാരണമാണ്. കൂടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചഞ്ചലമായ സാമ്പത്തിക നിലപാടുകളും ആഗോള വിപണിയെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. ഇത് നിക്ഷേപത്തിന് വിശ്വാസമുള്ള ലോഹമായി സ്വർണത്തിന്റെ സ്ഥാനം ഉയർത്തുകയാണ്. അന്താരാഷ്ട്ര തലത്തിലും റെക്കോർഡ് തകർത്താണ് സ്വർണ്ണവില കുതിച്ചത്. ഇന്നലെ ഔൺസിന് $2,900 എന്ന കടമ്പയും സ്വർണം മറികടന്നിരുന്നു. ഇതും സംസ്ഥാനത്തെ സ്വർണ്ണവിലയിലെ കുതിപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്വർണ്ണവില വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് പണിക്കൂലി കണക്കിലെടുത്താൽ പോലും ഒരു പവൻ സ്വർണത്തിന് 70,000-ഓളം രൂപ കൊടുക്കേണ്ടി വരും. പണിക്കൂലി അനുസരിച്ച് വിലയിൽ ഇനിയും മാറ്റം വരാം. വിലവർധന തുടർക്കഥയാകുമ്പോൾ വിവാഹ പാർട്ടികൾക്കാണ് അത് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്.